CPM ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബിക്ക് തുറന്ന കത്തെഴുതി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ആരെങ്കിലും ഒന്ന് ഇടപെട്ടിട്ട് ഞങ്ങളെ വീട്ടിൽ പോകാൻ അനുവദിക്കണേ എന്ന അവസ്ഥയിലായി സമരക്കാർ. ഇതിപ്പോ കക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് കിട്ടുകയും ചെയ്തില്ല. 2 മാസക്കാലമായി അനിശ്ചിതകാല രാപ്പകൽ സമരവും 3 ആഴ്ചയായി നിരാഹാര സമരവും നടത്തിയിട്ടും ആശാവർക്കർമാർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് കത്തിൽ പറയും. സമരത്തിന് പിന്നിൽ വിമോചന സമരക്കാരാണെന്നുള്ള ബേബിയുടെ പരാമർശം വേദനിപ്പിച്ചുവെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ അമരക്കാരൻ എന്ന നിലയിൽ സമരം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നും MA ബേബിയോട് സമരസമിതി ആവശ്യപ്പെടുന്നു. സമരത്തെയും സമര നേതാക്കളെയും ആക്ഷേപിക്കുന്ന നിലപാട് ചില CITU നേതാക്കൾ കൈക്കൊണ്ടെങ്കിലും വളരെ സംയമനത്തോടെയാണ് ഞങ്ങൾ അതിനെ നേരിട്ടത്. എന്നാൽ ഈ സമരത്തിനു പിന്നിൽ വിമോചന സമരക്കാരാണെന്നുള്ള താങ്കളുടെ പരാമർശം ഞങ്ങളെ വേദനിപ്പിച്ചു. ഈ സമരത്തിന്റെ ലക്ഷ്യവും മാർഗവും തീരുമാനിക്കുന്നത് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ മാത്രമാണ്. ഞങ്ങളെ പരസ്യമായി പിന്തുണച്ച 200ഓളം സംഘടനകളും അനേകം പ്രമുഖ വ്യക്തികളും ഈ സമരത്തെ സർക്കാരിനെതിരായ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നവരല്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് വഴങ്ങുന്നവരുമല്ല. തികച്ചും ന്യായമായ ആവശ്യങ്ങൾ, ജനാധിപത്യപരമായ സമരരീതി, സ്ത്രീ തൊഴിലാളികളുടെ പോരാട്ടം, തീരെ ദരിദ്രരും എന്നാൽ വലിയ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരുമായ ഒരു ജനവിഭാഗം തുടങ്ങിയ ഘടകങ്ങളൊക്കെയാണ് ഈ സമരത്തിന് പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കിയത്. 7000 രൂപ ഓണറേറിയം കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ തീരെ അപര്യാപ്തമാണെന്നറിയാവുന്നത് കൊണ്ടാണല്ലോ LDF പ്രകടന പത്രിക 21,000 രൂപ വാഗ്ദാനം ചെയ്തത്. 2025 ജനുവരി 20-ന് CITU നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ 15,000 രൂപ ഓണറേറിയം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഓണറേറിയം 21,000 രൂപയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. 2 പതിറ്റാണ്ടുകാലം കഠിനാധ്വാനം ചെയ്ത് പിരിഞ്ഞു പോകുമ്പോൾ വെറും കൈയോടെ പടിയിറങ്ങേണ്ടി വരാതിരിക്കാൻ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നതും പ്രധാന ആവശ്യമാണ്. ഇത് മറ്റു പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ആവശ്യങ്ങളോട് അനുഭാവപൂർവമായ സമീപനം കേരള സർക്കാർ സ്വീകരിച്ചാൽ വിട്ടുവീഴ്ചകൾക്ക് ഞങ്ങളും തയ്യാറാണ്. സമരം നീട്ടിക്കൊണ്ടു പോകണമെന്ന യാതൊരു കടുംപിടുത്തവും സമരസമിതിക്കില്ല. ഇൻസെന്റീവ് വർധനവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെ സമരങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പാർലമെന്റിലെ പ്രഖ്യാപനത്തെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കാണുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ തുടങ്ങിയവയൊന്നും മിനിമം ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നില്ല. ഒരു ട്രേഡ് യൂണിയനിലും അഫിലിയേറ്റഡ് ചെയ്തിട്ടില്ലാത്ത സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഈ തൊഴിലാളി സംഘടന സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരുടെയും താല്പര്യത്തിനാണ് പൊരുതുന്നത്. തൊഴിലാളി പ്രസ്ഥാനങ്ങളും അവകാശ സമരങ്ങളും രാജ്യത്താകെ നാനാതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഇക്കാലത്ത് ഈ സമരം പണിയെടുത്തു ജീവിക്കുന്ന ജനവിഭാഗങ്ങളിലാകെ പ്രതീക്ഷയുണർത്തുന്നുണ്ട് എന്നത് അവഗണിക്കാനാവില്ല. എന്നാൽ ഈ സമരത്തോട് കേരള സർക്കാരും അതിനെ നയിക്കുന്ന പാർട്ടിയും പുലർത്തുന്ന സമീപനം പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ അമരക്കാരൻ എന്ന നിലയിൽ സമരം അവസാനിപ്പിക്കാനുള്ള സത്വര നടപടി ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് വേണ്ടി ജനറൽ സെക്രട്ടറി MA ബിന്ദു എഴുതിയ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ആവേശത്തിന് കിണറ്റിൽ ചാടിയതല്ലേ, കുറച്ച് വെള്ളം കുടിച്ചിട്ട് മതി ഇനി ആശമാരുടെ കയറ്റം. അല്ല പിന്നെ